മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, കളക്ടർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മന്ത്രിമാർ കൂടി ജില്ലയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി രക്ഷാപ്രവർത്തനം ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ അവിടെ എത്തിക്കേണ്ടതുണ്ട്. ഈ പാലത്തിൽ നിന്നുള്ള മണ്ണ് നീക്കൽ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? പ്രവർത്തനം നടക്കുന്ന മേഖലയോട് ചേർന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മാധവ്, രക്ഷാപ്രവർത്തനം വലിയ പ്രതിസന്ധി നേരിടുന്ന കനത്ത മഴയാണ്. ഈ ഉയർന്നുകൂടിയിട്ടുള്ള മണ്ണ് നീക്കം ചെയ്യുന്നതാണ്. എനിക്ക് പിൻഭാഗത്തെ ഒരു വീട് ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ അപകടം നടന്ന മേഖലയോട് ചേർന്ന് കിടക്കുന്ന വീടാണ്. ഇവിടെയുള്ള ആളുകൾ അപകടം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. തലനാരിഴക്കാണ് അപകടത്തിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടത്. ഈ വീടിനോട് ചേർന്നൊരു മസ്ജിദ് ഉണ്ടായിരുന്നു. ആ മസ്ജിദ് പൂർണ്ണമായിട്ടും മണ്ണെടുത്തു കഴിഞ്ഞു. ആ മേഖലയിലാണ് ഇപ്പോൾ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ട് മുകളിലായിട്ട് ഒന്ന് മുകളിലോട്ട് പാൻ ചെയ്താൽ അതിന് തൊട്ട് മുകളിലായിട്ടാണ് ഈ കെടാവർ നായകൾ ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ആ സ്പോട്ട് ചെയ്ത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ 2 ഹിറ്റാച്ചികൾ മാത്രമാണുള്ളത്. കൂടുതൽ ഹിറ്റാച്ചി വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും തൊട്ടുപുറത്ത് കാണുന്ന ഈ പാലം അതിൻ്റെ ഗതാഗതം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു ഈ പാലം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വാഹനങ്ങൾ ഹിറ്റാച്ചി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഹിറ്റാച്ചി 2 വശത്തു നിന്നും 2 ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ട് പാലത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പാതയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മൺതിട്ടകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഭാരമേറിയ കോൺക്രീറ്റ് മൺതിട്ടകൾ ഉൾപ്പെടെ അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നത്. ഒരു പക്ഷേ ഹിറ്റാച്ചി വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, JCB ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഈ സ്നിഫർ ഡോഗുകൾ അത് സ്പോട്ട് ചെയ്ത മേഖലയിൽ കൂടുതൽ വാഹനങ്ങൾ എത്തിച്ചുകൊണ്ട് മണ്ണെടുക്കാൻ സാധിക്കും. അതുവഴി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 18 പേരാണ് ഈ അപകടത്തിൽ കുടുങ്ങിയിരുന്നത്. അതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയും 5 പേരെ കണ്ടെത്താനുണ്ട്. നിലവിൽ ആശുപത്രിയിലുള്ള ആളുകളുടെ നില ഗുരുതരമല്ല. അവർ അപകട നില തരണം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 7 പേരെ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മേഖല സന്ദർശിച്ച IC ബാലകൃഷ്ണൻ MLA പറഞ്ഞിരുന്നത്. അതിനുശേഷം 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 പേരെയാണ് ഇനി കണ്ടെത്തേണ്ടത്. അവരെ ഈ ലേബർ ക്യാമ്പുകളോട് ചേർന്ന് ജീവനക്കാർ താമസിച്ചിരുന്ന ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. കാരണം അവിടെയാണ് ഈ കെടാവർ നായകൾ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നൊരു നിഗമനത്തിലാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമുള്ളത്. അതോടൊപ്പം തന്നെ ഈ കള്ളാടി മേഖലയ്ക്ക് അപ്പുറത്ത് താമസിക്കുന്ന പുഞ്ചിരിമട്ട, മട്ടമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ അവരെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നതിനുള്ള മാർഗ്ഗങ്ങളും നിലവിൽ സ്വീകരിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് തുടരുന്നത്. ഇവിടെ നിരവധി രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? രക്ഷാപ്രവർത്തനം ഇനിയും വൈകുമോ? ഇനിയും വൈകും. സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് രക്ഷാപ്രവർത്തനം കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ പള്ളിൻ്റെ അടിഭാഗം കണ്ടിട്ടുണ്ട്. അതേപോലെ ആളുകൾ അടിയിലുണ്ട് എന്നുള്ള ഒരു ആളുകളെ അവിടെ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ JCB ഉൾപ്പെടെയുള്ള അങ്ങോട്ട് എത്തിക്കണമല്ലേ? അതിന് ഈ റോഡ് ശരിയാക്കാതെ വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ? ഒരു മാർഗ്ഗമില്ല. ഇപ്പം നിലവിൽ വേറൊരു മാർഗ്ഗം കാണില്ല. JCB തന്നെ ആളുകൾ എത്തിക്കുകയും ഈ മണ്ണുകൾ നീക്കം ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. മുകൾ തട്ടിലെ മൺതിട്ടകളൊക്കെ മാറ്റുമ്പോൾ ഇത് വേഗം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തോന്നുമെങ്കിലും ഇത് മാറ്റും തോറും വീണ്ടും പോയിട്ട് മൺതിട്ടകൾ മാറ്റേണ്ട, അത് കുവിഞ്ഞുകൂടുന്നൊരു സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ട് തോന്നുന്നു. നിലവിൽ ഇപ്പം അങ്ങനെയാണ് ഉള്ളത്. നമ്മൾ മാറ്റുന്നതനുസരിച്ച് മണ്ണുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മാധവ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറുന്നത് ഈ മൺതിട്ടകൾ തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാതെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല. ഗതാഗതം പുനഃസ്ഥാപിക്കാതെ അങ്ങോട്ടേക്ക് JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങളും എത്തിക്കാൻ സാധിക്കില്ല. അത് തന്നെയാണ് പ്രധാനമായിട്ടും ഇവിടെ നിന്നും ചെയ്യേണ്ടതും. ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വലിയ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഹിറ്റാച്ചി വാഹനം ഒരു പക്ഷേ ഈ കെടാവർ നായ്ക്കൾ സ്പോട്ട് ചെയ്ത മേഖലയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി വേഗത്തിൽ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഈ പാതയിൽ ഇപ്പോഴും മണ്ണ് അടിഞ്ഞുകൂടി കിടക്കുന്നു. കോൺക്രീറ്റ് പാളികൾ അടിഞ്ഞുകൂടി കിടക്കുന്നു. ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മാറ്റിയ കൂനകൾ ഉൾപ്പെടെ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് ഒലിച്ചെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടെ പെയ്യുന്ന മഴയോട് ചേർന്ന് ഈ മൺതിട്ടകൾ ഒരു ഭാഗത്തേക്ക് അടിഞ്ഞുകൂടുന്നൊരു സാഹചര്യമുണ്ട്. അതുമൂലം വീണ്ടും ഇവിടെ മണ്ണ് മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് കാര്യമായിട്ട് ഈ ദൗത്യത്തെ ബാധിക്കുന്നതും. ഇപ്പോഴും 2 JCB ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ പാലത്തിലെ ഗതാഗതമെങ്കിലും ഒന്ന് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം ഒരു പരിധിവരെ അങ്ങോട്ടേക്ക് JCB എത്തിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള അടിഞ്ഞുകൂടിയിട്ടുള്ള മൺതിട്ടകൾ കൂടി മാറ്റി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഇപ്പോൾ 2 JCB കൊണ്ട് മാത്രം
മണ്ണ് മാറ്റുന്ന ആ മേഖലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. സമയം വൈകിക്കഴിഞ്ഞോ, നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ കാര്യമായി തന്നെ ഈ ദൗത്യത്തെ, ഈ പ്രവർത്തനത്തെ അത് ബാധിക്കുമെന്നുള്ളത് നമുക്കറിയാം. അതൊരു പക്ഷേ ഈ മണ്ണിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തുന്നുൾപ്പെടെ ബാധിക്കും. ആബിദക്ക നേരത്തെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഒരു മേഖലയിലുണ്ട്. വലിയ പ്രതിസന്ധി നേരിടുന്ന എനിക്കൊന്ന് മണ്ണ് മാറ്റാൻ കഴിയാത്തതാണ് തോന്നുന്നത്. മണ്ണ് മാറ്റാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ ഇത് വരുന്നത്. മണ്ണ് മാറ്റി അവിടെ ആദ്യമായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അവിടുന്ന് അങ്ങനെ നീങ്ങി കിട്ടണില്ല. മണ്ണ് ചളി കൂടിയ മണ്ണായതുകൊണ്ട് എന്തായിരുന്നില്ല, കിട്ടുന്നില്ല. ഹിറ്റാച്ചിയുടെ ഡീസലൊക്കെ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡീസൽ കഴിഞ്ഞിരുന്നു നേരത്തെ? ആ ഡീസൽ കഴിഞ്ഞ് ഡീസൽ ഇത് ഇവർ തരുന്നുണ്ട്. അത് കൊണ്ടുപോയിച്ച് ഹിറ്റാച്ചി ആരുടേതാ? നിങ്ങൾ പ്രൈവറ്റ് കമ്പനീൻ്റെ, നമ്മളെ കമ്പനിക്കാരാണ് ഏർപ്പാടാക്കി. അവിടെ നിന്നൊക്കെ മാറ്റുന്ന സമയത്ത് വീണ്ടും മണ്ണടിഞ്ഞു കൂടുന്നു. മണ്ണ് അടിഞ്ഞ് വരികയാണ്, ഇടിഞ്ഞ് വരികയാണ്. ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഇങ്ങോട്ട് എത്തിച്ചോ? എത്തിച്ചില്ല. അവിടെ നിന്ന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാഗത്താ കറക്റ്റ് ചൂരൽമല ഭാഗത്ത്. ചൂരൽമല ആദ്യം മണ്ണ് ഇടിഞ്ഞ ഉരുൾപൊട്ടിയില്ലേ, ആ സൈഡിലാണ് ഉള്ളത്. ചൂരൽമല ഭാഗത്ത് ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ മണ്ണ് മാറ്റി കഴിഞ്ഞാലാണ് അവരപ്പുറത്തേക്ക് കടത്താൻ കഴിയുള്ളൂ. അത് പ്രതിസന്ധിയാണ്. അതാണ് ഏകദേശം മണിക്കൂറുകളോളമായിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി ആബിദക്കയാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ചൂരൽമല ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ ഭാഗത്ത് താമസിക്കുന്ന ആളുകളാണ്. അവരൊന്നും തന്നെ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ആബിദക്ക സംസാരിച്ചതുപോലെ നിരവധി ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അവരുടെയൊക്കെ തന്നെ ബന്ധുക്കൾ സമാനമായ രീതിയിൽ അപ്പുറത്തുണ്ട്. അവരെയൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഇദ്ദേഹം ഇവിടെ ദീർഘനേരമായിട്ട് ഈ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നുണ്ട്. അദ്ദേഹം നമ്മളോട് പറയുന്നതാണ്, മണ്ണ് നീക്കം ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും മണ്ണ് അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം അത് വലിയ വെല്ലുവിളിയായി മാറുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും വിഘാതമായ വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഈ 6-7 മണിക്കൂറിന് ശേഷവും അപ്പുറത്തേക്ക്, പാലം കടന്നപ്പുറത്തേക്ക് ഹിറ്റാച്ചി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ആ പാലത്തിലൂടെ കൃത്യമായ ഗതാഗതം നടത്താനും കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ആളുകളെ നടത്തി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് രക്ഷിക്കാനാണ് ഇപ്പോൾ സാധിക്കുന്നത്. അവരെ പലരെയും ഇന്ന് അപകടകരമാകുന്ന ഇടത്ത് തുടരാതെ അപ്പുറത്ത് ഈ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. ഇതാ നമുക്കവിടെ മഞ്ഞ് വീണ് നിൽക്കുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മഴയും പെയ്യുന്നുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വെളിച്ചത്തിന് പ്രശ്നമുണ്ടാകും.